കഴിഞ്ഞ ദിവസം പ്രൊഫസർ ഡോക്ടർ എം വി മനോജ് പൊയ്കയിൽ യോഹന്നാനെ സംബന്ധിച്ച ഒരു ലേഖനം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയുകയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഞാനടക്കം ഏകലവ്യൻ ബോധി, ഐസക് പി ഡി, സുധാകരൻ ചാർവാകൻ തുടങ്ങിയ ചില ആളുകൾ ചില പ്രതിവാദങ്ങളോ അല്ലെങ്കിൽ ചില ആശങ്കകളോ കമന്റുകളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ചില കാര്യങ്ങളെ ചോദ്യം ചെയ്തത് ശ്രീ മനോജിന്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഞാനടക്കം എഴുതിയ ആരും തന്നെ അത്തരത്തിലുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ മനോജും മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളെ വളരെ കൃത്യമായി ഞാനും ജോയിയും ഏകലവ്യൻ ബോധിയും വളരെ കൃത്യമായി അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിലെ ചരിത്രപരമായ ചില അപാകതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ സുധാകരൻ ചാർവാകനും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അപമാനകരമായ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അതിനോട് പ്രതികരിച്ച PRDSുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പ്രതികരണത്തിൽ തീർച്ചയായും അപമാനകരമായ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. അപ്പച്ചൻ്റെ ദൈവത്വം എന്ന് പറഞ്ഞൊരു കാര്യവും അതിൽ ഐക്യപ്പെടലുകളും അവഗണനയും എന്നൊക്കെയുള്ള ഈ 2-3 കാര്യങ്ങളുമായിട്ടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. നമുക്ക് പ്രതികരിക്കാനുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പച്ചൻ ദൈവമാണ്. ഈ ആധുനിക കാലത്ത് അതും നമുക്കിടയിൽ, അല്ലെങ്കിൽ നമുക്കൊരു തലമുറ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ, അതും വളരെ കൃത്യമായിട്ട് മനുഷ്യനായി ജീവിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള അവരുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ആ പ്രഖ്യാപനത്തെ അതേ വികാരത്തോടു കൂടി അംഗീകരിക്കണം എന്നുള്ള ഒരു വാശി, അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുന്നവരോട് ഉള്ള ഒരു മോശമായ പ്രതികരണം, അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. അപ്പോൾ അപ്പച്ചനെ ദൈവമായി അംഗീകരിക്കുന്നവരും ദൈവമല്ല മനുഷ്യനായി ഒരു നവോത്ഥാന നായകനായി അംഗീകരിക്കുന്നവർക്കും അപ്പച്ചനോടുള്ള വികാരം വളരെ ശക്തവും സജീവമാണ്. അപ്പോൾ അതിലുപരിയായി ദൈവമായിട്ട് അംഗീകരിക്കാത്ത ആളുകളോട് ചെറിയൊരു പരിഭവം മനോജിന്റെ വാക്കുകളിലുണ്ട്. ചിലർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ്. ഒരു ബുദ്ധിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ശ്രീ മനോജ് കേരളത്തിലെ ഏതാണ്ട് ആദ്യകാല ബുദ്ധിസ്റ്റുകളുടെ ഗണത്തിൽ വരുന്ന ഒരാളാണ്. ബുദ്ധിസത്തെ സംബന്ധിച്ച് ബുദ്ധിസത്തിൽ ദൈവം ഉള്ളതായി എനിക്കറിയില്ല. ഒരു ദൈവികതയെ ബുദ്ധൻ അംഗീകരിക്കുന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഏത് നിലയിലാണ് മനോജ് അപ്പച്ചനെ ദൈവമായിട്ട് കാണുന്നത്, അപ്പച്ചനിലെ ദൈവികതയെ കാണുന്നത്? അല്ലെങ്കിൽ ഈ ദൈവികതയെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇത്തരത്തിലുള്ള അലസമായ കാവ്യാത്മകമായ എഴുത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വരുന്ന തലമുറയ്ക്ക് അത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അലസതയും അല്ലെങ്കിൽ അബദ്ധജടിലവുമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നാളുകളിൽ കൊണ്ടെത്തിക്കുന്ന വളരെ കുഴപ്പത്തിൽ തന്നെയാണ് എന്നാണ് മുൻകാല അനുഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഒരു ദൈവികതയെ മനോജ് കാണുന്നത്? ഇത് വളരെ വ്യക്തമായിട്ട് പറയണം ഇതിനുള്ള മറുപടി. മറ്റൊന്ന് ഐക്യപ്പെടൽ. ഐക്യപ്പെടൽ എന്ന് പറയുമ്പോഴത്തേനും അപ്പച്ചൻ്റെ പേരിലുള്ള ഐക്യപ്പെടൽ, അതിനാർക്കും തടസ്സമില്ല. അപ്പച്ചൻ്റെ പേരിൽ ഐക്യപ്പെടാൻ ആർക്കാണ് തടസ്സമുള്ളത്? ആർക്കും ഒരു വിഷമമില്ല. അപ്പച്ചനെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങളൊന്നും നിലവിൽ ആർക്കും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഈ അവഗണിക്കുകയാണ് എന്ന് പറയുന്നു. മുമ്പും ഇതുപോലെ തന്നെ PRDSന്റെ അല്ലെങ്കിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്ന് അപ്പച്ചനെ വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അക്കാലത്ത് ഉന്നയിച്ചപ്പോൾ തന്നെ അതിനുള്ള കൃത്യമായ മറുപടിയും കൊടുത്തതാണ്. അപ്പച്ചനെ അംഗീകരിക്കുന്നില്ല എന്ന്, മറ്റുള്ളവരെ പോലെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പരിഭവം അത് വെറുതെ പറയുന്നതാണ്. കാരണം അപ്പച്ചനെ സ്നേഹിക്കുന്നത് പോലെ ഈ പറയപ്പെടുന്ന നമ്മളുടെ നവോത്ഥാന നായകരിൽ
മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നൊരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞ വാക്കിൽ വളരെ കൃത്യമായി നവോത്ഥാന നായകരിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ എനിക്കൊരു മാതൃകയാകാനും ഉള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പച്ചനാണ്. കാരണം അപ്പച്ചൻ പറഞ്ഞ് ഹിന്ദുമതത്തിൻ്റെ പുറവഴിയെ നമ്മൾ സഞ്ചരിച്ചു എന്ന് പറയുന്നു, അനാദരേപ്പുറ സഞ്ചരിച്ചു. ക്രിസ്തുമതത്തിൻ്റെ പുറവഴിയെ നമ്മൾ അനാദരേപ്പുറ സഞ്ചരിച്ചു. ഈ രണ്ട് അനുഭവങ്ങൾ വളരെ വ്യക്തമായി ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വളരെ കൃത്യമായി ഇവിടുത്തെ ഹിന്ദുമതത്തിൽ നിന്ന് മാറി ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ആ ക്രിസ്തുമതത്തിലെ ആ സഭയിലെ മേലാളന്മാരുടെ ജാതീയമായിട്ടുള്ള അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് സ്വന്തമായ ഒരു സഭ സൃഷ്ടിച്ചുകൊണ്ട് ഈ രണ്ട് മതങ്ങളുടെയും പുറവഴിയെ സഞ്ചരിക്കാതെ ഒരു തുറന്ന വഴിയെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. വളരെ കൃത്യമായിട്ട് അതിന് മറ്റു പല നവോത്ഥാന നായകരും ഹിന്ദുമതത്തിൻ്റെ പുറകെ സഞ്ചരിച്ചവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, അത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. പൊയ്കയിൽ യോഹന്നാനും സഹോദരൻ അയ്യപ്പനുമാണ് ഹിന്ദുമതത്തെ ലാളിക്കാതെയും അതിൻ്റെ പരിലാളനകൾക്ക് നിന്നുകൊടുക്കാതെയും ഉണ്ടായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ. മറ്റ് ഇത്രത്തോളം പ്രസിദ്ധരല്ലാത്ത മറ്റു ചില ആളുകളുമുണ്ട്, എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഇവർ രണ്ടുപേരുമാണുള്ളത്. അപ്പൊ അത്രത്തോളം ആദരവ് അർഹിക്കുന്നുണ്ട് അപ്പച്ചൻ. ബാബാ സാഹേബ് അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെ ഒരു വിപ്ലവമാണെങ്കിൽ തീർച്ചയായും ആ വിപ്ലവം വളരെ കൃത്യമായും ചെയ്തയാളാണ്. അത് ജീവിതത്തിൽ ഒരു ജനതയെ ജീവിക്കാൻ, ചിട്ടയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിക്കാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഇത്രത്തോളം സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു വൃത്തിയുള്ള ഒരു വ്യാകരണത്തോടു കൂടി ഇറങ്ങിച്ചെന്ന മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യരും സമൂഹത്തെ കൃത്യമായി നോക്കിക്കാണുന്ന ആളുകൾ മനസ്സിലാക്കുന്നതാണ്. അതിന് ഭക്തിയുടെ മേൽവിലാസം വേണമെന്ന് ശാഠ്യം പിടിക്കുന്നവരോടാണ് നമുക്ക് എതിർപ്പുള്ളത്. പൊയ്കയിൽ യോഹന്നാനെ മനസ്സിലാക്കുന്നതിന് ഭക്തിയുടെ മേൽവിലാസം എന്തിനാണ് ആവശ്യം? അവിടെ യുക്തിയുടെ വളരെ കൃത്യമായിട്ടുള്ള നേർരേഖയിലൂടെ വളരെ വൃത്തിയായി സഞ്ചരിച്ച ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ഈ അഗാധമായ ഭക്തിയുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നേർക്കാഴ്ചയിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്ന തെളിമയുള്ള ഒരു വൃത്തിയുള്ളൊരു വിഗ്രഹമായി നിൽക്കുകയാണ് പൊയ്കയിൽ യോഹന്നാൻ. അപ്പച്ചനോട് ആർക്കും അവഗണനയൊന്നുമില്ല. പിന്നെ അപ്പച്ചനെ ദൈവമായിട്ട് തന്നെ കാണണം എന്നുള്ള വാശി മാത്രമാണ് അവിടെ